വന്യമൃഗങ്ങൾ കൂട്ടമായി നാട്ടിലിറങ്ങുന്നതോടെ ജീവിതം പ്രതിസന്ധിയിലായി കൊല്ലം തെന്മല നിവാസികൾ. ഒറ്റയ്ക്കൽ റെയിൽവേ സ്റ്റേഷൻ പരിധിയിലെ 4, 5, 6 വാർഡുകളിലാണ് വന്യമൃഗശല്യം രൂക്ഷമായത്. രാവെന്നോ പകലെന്നോ ഇല്ല. തെന്മലയിൽ വന്യജീവികൾ കൂട്ടമായി നാട്ടിലിറങ്ങുകയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ മറ്റുള്ളവർക്ക് ജോലിക്ക് പോകാനോ സാധിക്കുന്നില്ല. 100ഓളം കുടുംബങ്ങളാണ് ഈ ദുരിതം നേരിടുന്നത്. 8 വർഷമായി മേഖലയിൽ വന്യമൃഗങ്ങൾ സ്ഥിരമായി തമ്പടിച്ചു തുടങ്ങിയിട്ട്. കൃഷിയായിരുന്നു ഇവിടുത്തുകാരുടെ ഉപജീവനം. ഇപ്പോൾ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഈ വനത്തിൽ ആനയ്ക്ക് യാതൊരു തരത്തിലുള്ള തീറ്റയും ഇല്ലാത്തതുകൊണ്ടാണ് ആന ഇറങ്ങുക. മുൻകാലങ്ങളിലാണെങ്കിൽ ഈ വനത്തിൽ തീ വീഴുമ്പോൾ മുളയും ഈറ അതേപോലുള്ള ആനയ്ക്ക് തിന്നാൻ പറ്റുന്ന തീറ്റകൾ പൊട്ടിക്കിളിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഈ വനത്തിൽ യാതൊരു വിധത്തിലുള്ള തീറ്റയും ആനയ്ക്കില്ലാത്തത് കൊണ്ടാണ് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് അങ്ങനെയുള്ള സംവിധാനങ്ങളും കൂടെ ആനയ്ക്ക് ആ വനത്തിനുള്ളിൽ തന്നെ സംരക്ഷിക്കത്തക്ക സംവിധാനങ്ങളും കൂടെ ചെയ്യണം. ആനകൾ മണിക്കൂറുകൾ വീട്ടുമുറ്റത്ത് തമ്പടിക്കും. വന്യജീവികളിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് അധികൃതർക്ക് പറയുന്നതല്ലാതെ നടപടിയൊന്നുമില്ല. ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ആനക്കൂട്ടം. കഴിഞ്ഞ ദിവസം ആനയെ കണ്ട് വിരണ്ടോടിയ പ്രദേശവാസിയായ ബിനു തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് ബിനു. ആന എന്നെ പിടിക്കാനായിട്ട് തുമ്പി കൈ കൊണ്ട് കൈ പൊക്കിയപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയ ആന എന്റെ പുറകെ ഓടി വരികയും ഞാൻ അവിടെ എല്ലാം എന്റെ പുറകെ തന്നെ ആനയുണ്ടായിരുന്നു. ആന എന്നെ പിടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് പിന്നെ ആ കയ്യാലിൽ എടുത്ത് ചാടി തറയിൽ വീഴുകയായിരുന്നു. അവിടുന്ന് പിന്നെ ആന അങ്ങോട്ട് തിരിഞ്ഞു പുറകെ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് മാറുകയും പിന്നെ ഉടനെ ഫോറസ്റ്റുകാർ വരികയും അവരോട് സംസാരിച്ച ശേഷം അവരെന്നെ പൊള്ളൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടുന്ന് രാത്രി 2 മണിക്ക് ശേഷം എന്നെ അവിടുന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ചെയ്തു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഇനിയെങ്കിലും നടപടിയുണ്ടാകുമോ എന്നാണ് ഇവിടുത്തുകാർ ചോദിക്കുന്നത്. ന്യൂസ് 18 പുനലൂർ.